ഓം നമോ വെങ്കടേശായ. നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ തിരുപ്പതിയിലെ ഏറ്റവും പുതിയ ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാനായി പോകുന്നത്. തിരുപ്പതിയിൽ ഉടനെ തന്നെ വാർഷിക ബ്രഹ്മോത്സവം ആരംഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഭക്തരുടെ തിരക്ക് ഗണ്യമായി വർദ്ധിക്കാനാണ് വളരെ സാധ്യത. യാത്ര പ്ലാൻ ചെയ്യുന്നവർ ഈ കാര്യം മുൻകൂട്ടി അറിഞ്ഞിരിക്കുന്നത് വളരെ ഉപകാരപ്പെടും. അതോടൊപ്പം തന്നെ SSD സ്ലോട്ടഡ് സർവദർശൻ ടോക്കൺ വിതരണം ചെയ്യുന്ന സമയത്തിലും മാറ്റം വന്നിട്ടുണ്ട്. പുതിയ സമയം എന്താണ്, എങ്ങനെ ടോക്കൺ എടുക്കാം, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയും ഈ ഒരു വീഡിയോയിൽ വിശദമായി പറയുന്നുണ്ട് കേട്ടോ. കൂടാതെ 1 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളുമായി ദർശനത്തിനെത്തുന്ന ഭക്തർക്കുള്ള പ്രത്യേക ദർശന സംവിധാനത്തെക്കുറിച്ചും NRI ദർശനത്തിന്റെ നടപടിക്രമങ്ങളും ആവശ്യമായ രേഖകളും ഉൾപ്പെടെ എല്ലാ പ്രധാന വിവരങ്ങളും ഈ വീഡിയോയിൽ വിശദമായി പങ്കുവയ്ക്കുന്നതാണ്. ഇനി മറ്റൊരു പ്രധാന കാര്യം, നമ്മൾ ആരംഭിച്ച തിരുപ്പതി വാട്സാപ്പ് അപ്ഡേറ്റഡ് ഗ്രൂപ്പിൽ ഇതിനോടകം തന്നെ 1000-ലധികം അംഗങ്ങൾ ചേർന്നതിനാൽ ഗ്രൂപ്പ് ഇപ്പോൾ പൂർണ്ണമായും നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ പുതിയ അംഗങ്ങളെ ചേർക്കാനായി സാധിക്കുന്നില്ല. ആ ഗ്രൂപ്പിൽ ഞാൻ SSD ടോക്കൺ അപ്ഡേറ്റുകൾ, ദർശന വിവരങ്ങൾ, ടിക്കറ്റ് റിലീസ്, തിരക്ക് സംബന്ധിച്ച വിവരങ്ങൾ, ദിവസേനയുള്ള തിരുപ്പതി അപ്ഡേറ്റുകൾ എന്നിവ കൃത്യമായി പങ്കുവെക്കും. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ വിവരങ്ങളും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വിശദമായി പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായും കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുവാനും ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാനും മറന്നു പോകരുത് കേട്ടോ. ഓം നമോ വെങ്കടേശായ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തിരുപ്പതിയിൽ സംഭവിക്കാനായി പോകുന്നത്. ഭഗവാന്റെ സന്നിധിയായ തിരുമലയിലെ ബ്രഹ്മോത്സവം. ഈ വർഷം തിരുമലയിൽ 2 ബ്രഹ്മോത്സവങ്ങളാണ് നടക്കുന്നത്. സെപ്റ്റംബർ മാസത്തില് 15-ാം തീയതി തൊട്ട്, അതായത് സെപ്റ്റംബർ 15 മുതൽ 23 വരെയാണ് ആദ്യത്തെ ബ്രഹ്മോത്സവം നടക്കുന്നത്. ഈ ബ്രഹ്മോത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗരുഡ സേവ സെപ്റ്റംബർ 19-നാണ്. അതിനുശേഷം നവരാത്രി ബ്രഹ്മോത്സവം, അത് ഒക്ടോബർ 12 മുതൽ 20 വരെ നടക്കും. ഈ ബ്രഹ്മോത്സവത്തിലെ ഗരുഡ സേവ ഒക്ടോബർ 16-നാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ തിരുമലയിൽ വർഷത്തിലെ ഏറ്റവും വലിയ തിരക്കുകളിൽ ഒന്നായിരിക്കും അനുഭവപ്പെടുക. ഈ സമയത്ത് യാത്ര പ്ലാൻ ചെയ്യുന്നവർ ടിക്കറ്റ്, താമസം, ദർശനം എന്നിവ മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി തിരക്ക് എങ്ങനെയായിരിക്കും എന്നതും ഞാൻ പറഞ്ഞു തരാം. സെപ്റ്റംബർ 1 മുതൽ 8 വരെ ദർശനത്തിന് താരതമ്യേന നല്ല സമയമാണ്. തീരെ തിരക്കില്ല എന്നല്ല, പക്ഷേ നമുക്ക് കുറച്ച് മാനേജ് ചെയ്യാവുന്ന ഒരു സന്ദർഭമായിരിക്കും അത്. അതുപോലെ സെപ്റ്റംബർ 24, 25, 29, 30 തീയതികളിലും തിരക്ക് കുറച്ചുകൂടി നിയന്ത്രണത്തിലായിരിക്കാം. ഈ ദിവസങ്ങളിലും ദർശനം പ്ലാൻ ചെയ്യാനായിട്ട് കഴിയും. എന്നാൽ സെപ്റ്റംബർ 15 മുതൽ 23 വരെ ബ്രഹ്മോത്സവം നടക്കുന്നതിനാൽ വളരെ വലിയ തിരക്കായിരിക്കും. മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കാം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ യാത്ര ചെയ്യുന്നവർ അതനുസരിച്ച് പ്ലാൻ ചെയ്യുക. ഇനി ഇത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആയിട്ടുള്ള SSD ടോക്കൺ എടുക്കുന്ന കാര്യങ്ങളെ പറ്റി പറയാം. ഇനി അതാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. ടോക്കൺ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട്. അതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. കഴിഞ്ഞ 3 ദിവസങ്ങളായി, അതായത് ജൂൺ 27, 28, 29 തീയതികളിൽ തിരുമലയിൽ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഇപ്പോൾ അവിടെ ജ്യേഷ്ഠോത്സവം നടക്കുന്നതിനാൽ ഭക്തരുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. ഈ തിരക്കിന്റെ ഭാഗമായിട്ടാണ് SSD ടോക്കൺ ഇഷ്യൂ ചെയ്യുന്ന സമയം താൽക്കാലികമായി രാവിലെ 8 മണിക്കായി മാറ്റിയത്. എന്നാൽ ഈ സമയം സ്ഥിരമായിരിക്കുമെന്ന് പറയാൻ കഴിയില്ല. തിരക്ക് കുറയുന്നതിനനുസരിച്ച് TTD വീണ്ടും സമയം മാറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് ആരംഭിച്ചതും SSD ടോക്കൺ സമയം മാറുന്ന ഉടനെ തന്നെ അതിൻ്റെ കൃത്യമായ അപ്ഡേറ്റ് ഞാൻ ആ ഗ്രൂപ്പിൽ ദിവസവും നൽകുന്നത്. ഞാൻ വിചാരിക്കുന്നു ഇനി മറ്റൊരു ഗ്രൂപ്പും കൂടെ തുടങ്ങിയാലോ എന്ന് ആലോചിക്കുകയാണ്. രണ്ടാമത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കാം. SSD ടോക്കൺ വിതരണം ചെയ്യുന്ന 3 കേന്ദ്രങ്ങളിലും ഒരേ സമയത്താണ് ടോക്കൺ നൽകുന്നത്. സമയം എത്രയായാലും 3 സ്ഥലങ്ങളിലും ഒരേ സമയം ടോക്കൺ ഇഷ്യൂ ചെയ്യും കേട്ടോ. SSD ടോക്കൺ ലഭിക്കുന്ന കേന്ദ്രങ്ങൾ: 1 തിരുപ്പതി റെയിൽവേ സ്റ്റേഷന് വളരെ അടുത്തായിട്ടുള്ള വിഷ്ണു നിവാസം കോംപ്ലക്സ്, 2 തിരുപ്പതി ബസ് സ്റ്റേഷന് സമീപമുള്ള ശ്രീനിവാസ കോംപ്ലക്സ്, 3 അലിപ്പിരി നടപ്പാതയ്ക്ക് സമീപമുള്ള ഭൂദേവി കോംപ്ലക്സ്. ഇപ്പോൾ പലരും ചോദിക്കുന്ന ഒരു സംശയമുണ്ട്, ഏത് സ്ഥലത്താണ് നിൽക്കാൻ കൂടുതൽ സൗകര്യം? എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ 3 സ്ഥലങ്ങളിലും തിരക്കുണ്ടാകും. പക്ഷേ അതിൽ കുറച്ചും കൂടി നമുക്ക് മാനേജ് ചെയ്യാൻ എളുപ്പമുള്ളത് ശ്രീനിവാസം കോംപ്ലക്സ് ആണ്. വിഷ്ണു നിവാസം റെയിൽവേ സ്റ്റേഷനോട് ചേർന്നിരിക്കുന്നതിനാൽ യാത്രക്കാരും ലഗേജുമായി വരുന്നവരും ലോക്കർ ഉപയോഗിക്കുന്നവരും കൂടുതലായിരിക്കും. അതുകൊണ്ട് അവിടെ തിരക്ക് കുറച്ചുകൂടി അനുഭവപ്പെടും. ഒറ്റയ്ക്ക് പോകുന്നവർക്ക് വലിയ പ്രശ്നമില്ലെങ്കിലും കുടുംബത്തോടൊപ്പം പോകുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നാൻ വളരെയധികം സാധ്യതയുണ്ട്. അതേസമയം ശ്രീനിവാസ കോംപ്ലക്സിലും തിരക്കുണ്ട്. പക്ഷേ അവിടെ കാര്യങ്ങൾ കുറച്ചുകൂടി മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അതുകൊണ്ടാണ് ഞാൻ വ്യക്തിപരമായി ആ സ്ഥലം നിങ്ങൾക്ക് റെഫർ ചെയ്യുന്നത്. ഇനി ഭൂദേവി കോംപ്ലക്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം.
അവിടെ SST ടോക്കൺ വിതരണം ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ദിവ്യദർശൻ ടോക്കണും വിതരണം ചെയ്യും. ദിവ്യദർശനം ടോക്കൺ എന്നത് ശ്രീവാരിമേട്ട് വഴി നടന്ന് മല കയറുന്ന ഭക്തർക്കുള്ള ടോക്കണാണ്. അതിനാൽ SST ടോക്കൺ എടുക്കുന്നവരും ദിവ്യദർശനം ടോക്കൺ എടുക്കുന്നവരും ഒരുമിച്ചെത്തുന്നതിനാൽ അവിടെ തിരക്ക് കൂടുതലായി അനുഭവപ്പെടാം. മറ്റൊരു പ്രധാന കാര്യം, SST ടോക്കൺ ആയാലും ദിവ്യദർശൻ ടോക്കൺ ആയാലും നമുക്ക് അതേ ദിവസമല്ല ദർശനം, തൊട്ടടുത്ത ദിവസത്തേക്കാണ് ദർശന സമയം ലഭിക്കുന്നത്. അതൊന്ന് ശ്രദ്ധിക്കുക. അതിനാൽ യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ ഈ കാര്യം കൂടി നിർബന്ധമായും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി അടുത്തതായി പറയാനുള്ളത്, വിദേശത്ത് താമസിക്കുന്ന മലയാളികൾക്കും 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളുമായി വരുന്ന കുടുംബങ്ങൾക്കും വളരെ ഉപകാരപ്പെടുന്ന വിവരമാണ്. ആദ്യം NRI ദർശനത്തിനെ കുറിച്ച് പറയാം. വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്കും OCI കാർഡ് ഉള്ളവർക്കും തിരുമലയിൽ സുബദം എൻട്രിയിലൂടെ പ്രത്യേക ദർശന സൗകര്യം ലഭിക്കുന്നതാണ്. ഈ ദർശനത്തിന് ഓൺലൈനായി മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നേരിട്ട് സുബദം എൻട്രിയിലെത്തി ആവശ്യമായ രേഖകൾ കാണിച്ചാൽ മതി. ഒരു വ്യക്തിക്ക് 300 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. പക്ഷേ ഇവിടെ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കണം. കഴിഞ്ഞ 30 ദിവസത്തിനുള്ളിൽ ഇന്ത്യയിലെത്തിയവർക്കാണ് ഈ സൗകര്യം ലഭിക്കുക. കൈവശം ഒറിജിനൽ പാസ്പോർട്ട്, ഇന്ത്യയിലെത്തിയതിൻ്റെ ഇമിഗ്രേഷൻ അല്ലെങ്കിൽ വിസ വിവരങ്ങൾ, OCI കാർഡ് ഉണ്ടെങ്കിൽ അതും ആവശ്യമായ ഫോട്ടോ കോപ്പികളും കരുതണം. ഉച്ചയ്ക്ക് 12 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ സുബദം പ്രവേശന കവാടത്തിൽ രേഖകൾ പരിശോധിച്ച ശേഷം ടിക്കറ്റ് അനുവദിക്കുന്നതാണ്. അതിനുശേഷം പ്രത്യേക പ്രവേശന പാതയിലൂടെ ദർശനം നടത്താം. ഇനി 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളുമായി വരുന്ന കുടുംബങ്ങൾ ശ്രദ്ധിക്കൂ. കുഞ്ഞിന് 1 വയസ്സ് പൂർത്തിയായിട്ടില്ലെങ്കിൽ TTD സൗജന്യമായി ഇൻഫാന്റ് ദർശൻ സൗകര്യം നൽകുന്നുണ്ട്. ഈ സൗകര്യത്തിലൂടെ കുഞ്ഞിനും അച്ഛനും അമ്മയ്ക്കും കൂടാതെ 12 വയസ്സിൽ താഴെയുള്ള സഹോദരങ്ങളുണ്ടെങ്കിൽ അവർക്കും ഒരുമിച്ച് ദർശനം നടത്താം. എന്നാൽ മുത്തശ്ശനോ മുത്തശ്ശി, മറ്റു ബന്ധുക്കൾ എന്നിവർക്ക് ഈ എൻട്രിയിലൂടെ പ്രവേശനം ലഭിക്കില്ല. ഈ ദർശനത്തിനും ടിക്കറ്റോ മുൻകൂർ ബുക്കിങ്ങോ ആവശ്യമില്ല. സുബദം എൻട്രിയിൽ നേരിട്ട് എത്തിച്ചാൽ മതി, നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടാം. കുഞ്ഞിന്റെ ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ജനന തീയതി രേഖപ്പെടുത്തിയ ആശുപത്രി രേഖ, കൂടാതെ മാതാപിതാക്കളുടെ ആധാർ കാർഡോ മറ്റേതെങ്കിലും സർക്കാർ ഫോട്ടോ IDയോ നിർബന്ധമായും കൈവശം കരുതണം. സാധാരണയായി 45 മുതൽ 90 മിനിറ്റിനുള്ളിൽ ദർശനം പൂർത്തിയാക്കാൻ സാധിക്കും. കൂടാതെ ഈ പ്രത്യേക ദർശനം നടത്തുന്ന കുടുംബങ്ങൾക്ക് സൗജന്യ ലഡുപ്രസാദവും ലഭിക്കുന്നതാണ്. അതുകൊണ്ട് വിദേശത്ത് നിന്ന് വരുന്നവരും 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളുമായി വരുന്ന കുടുംബങ്ങളും ഈ സൗകര്യം തീർച്ചയായും ഉപയോഗപ്പെടുത്തുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാം. അറിയാവുന്ന എല്ലാ വിവരങ്ങൾക്കും ഞാൻ മറുപടി നൽകുന്നതാണ്. ഇനി അവസാനമായി ഒരു പ്രധാന കാര്യം കൂടി പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ തിരക്കുള്ള ദിവസങ്ങളിൽ നിങ്ങൾ തിരുമലയിൽ എത്തിയാൽ, അതായത് ഫ്രീ ക്യൂ ആണ് നിങ്ങളുടെ പ്ലാൻ എങ്കിൽ, കൃഷ്ണരാജ സർക്കിളിന് സമീപമായിരിക്കും നമ്മൾ ദർശനത്തിനായി പോകുന്നത്. അതായത് ഫ്രീ ക്യൂവിൻ്റെ എൻട്രി. അപ്പോൾ നമ്മൾ മുൻകരുതൽ എടുക്കേണ്ടത് മാക്സിമം 24 മണിക്കൂറുകളെങ്കിലും നമുക്ക് കാത്തിരിക്കേണ്ടി വരാം ഭഗവാന്റെ ദർശനത്തിനായിട്ട്. ഞാൻ ഫ്രീ ക്യൂവിൻ്റെ കാര്യമാണ് പറഞ്ഞത്. വീഡിയോയുടെ ആദ്യമേ പറഞ്ഞ കുറച്ച് ഡേറ്റുകൾ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ഡേറ്റിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഫ്രീ ക്യൂവിന് ആ ദിവസങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ ഏകദേശം 24 മണിക്കൂറെങ്കിലും നിങ്ങൾ ദർശനത്തിനായി കാത്തിരിക്കേണ്ട സാഹചര്യങ്ങൾ പോലും വന്നേക്കാം. അതുകൊണ്ട് അതിന് മാനസികമായി എന്തായാലും തയ്യാറായിരുന്നേ പറ്റത്തുള്ളൂ. തിരുപ്പതിയെക്കുറിച്ച് നമുക്ക് ഒരിക്കലും കൃത്യമായി പ്രവചിക്കാൻ കഴിയില്ല. ഇന്ന് തിരക്കില്ല എന്ന് വിചാരിച്ചാൽ നാളെ വലിയ തിരക്കായിരിക്കും. ഇന്ന് വലിയ തിരക്കാണെന്ന് കരുതിയാൽ അടുത്ത ദിവസം വളരെ എളുപ്പത്തിൽ ദർശനം കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് തിരുപ്പതി യാത്ര പ്ലാൻ ചെയ്യുന്ന എല്ലാവർക്കും എനിക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യമേ ഉള്ളൂ. എപ്പോഴും 2 പ്ലാനുമായി വരിക. ഒരു പ്ലാൻ എന്തെങ്കിലും കാരണത്താൽ നടക്കാതെ വന്നാൽ രണ്ടാമത്തെ പ്ലാൻ ഉണ്ടായാൽ യാത്ര സ്മൂത്തായി മുന്നോട്ട് കൊണ്ടുപോകാനായി സാധിക്കും. തിരുപ്പതി യാത്ര എന്നത് ഒരു ടൂറല്ല, ഭഗവാന്റെ വിളിയുള്ള ഒരു ദൈവിക യാത്രയാണ്. അതുകൊണ്ട് കുറച്ച് സമയം ഭഗവാന് വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറായി വേണം ഇവിടെ എത്താൻ. സമയം കിട്ടുകയാണെങ്കിൽ ആദ്യം തിരുച്ചാനൂർ ശ്രീ പത്മാവതി അമ്മവാരിയുടെ ദർശനം നടത്തി, തുടർന്ന് ശ്രീ ഗോവിന്ദരാജസ്വാമിയുടെ ക്ഷേത്ര ദർശനം നടത്തി, പിന്നീട് തിരുമലയിലെത്തി സ്വാമി പുഷ്കരണിയിൽ സ്നാനം ചെയ്ത് അതിനുശേഷം ശ്രീ വരാഹസ്വാമി ദർശനം നടത്തി, പിന്നെ ഭഗവാൻ ഭൂലോകനാഥനായ വെങ്കടേശ്വര സ്വാമിയുടെ ദിവ്യ ദർശനവും നടത്തി മടങ്ങുന്ന വഴിയിൽ ശ്രീ കാളഹസ്തി മഹാദേവ ക്ഷേത്ര ദർശനം കൂടി നടത്തി യാത്ര പൂർത്തിയാക്കാനായി ശ്രമിക്കുക. ഈ യാത്രക്കിടയിൽ എല്ലാവരും സ്വന്തം ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സമയത്തിന് ഭക്ഷണം കഴിക്കുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, വിശ്രമിക്കുക. മരുന്നുകൾ കഴിക്കുന്നവർ അവ കൃത്യമായി കൈവശം കരുതുക. മറന്നുപോകരുത് നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കാനായിട്ട്. പട്ടിണി കിടന്ന് ഭഗവാനെ കാണാൻ വരേണ്ട ഒരാവശ്യവുമില്ല. നല്ല ആരോഗ്യമുള്ള ശരീരത്തോടെയും സന്തോഷമുള്ള മനസ്സോടെയും ഭഗവാനെ ദർശിക്കാൻ വരുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി തിരുപ്പതിയിൽ ആദ്യമായി വരുന്നവരാണെങ്കിൽ പോലും നിങ്ങൾ വിഷമിക്കേണ്ട. ഇവിടെയുള്ള ഓരോ സ്ഥലവും ഓരോ നടപടിക്രമവും ദർശന രീതികളും ടോക്കൺ സംവിധാനവും താമസവും യാത്രയും എല്ലാം ഞാൻ
വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഇങ്ങനെ വിശദമായി തന്നെ കാണിച്ചു തരുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമായി വരുന്നവർക്ക് പോലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നതും വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയതും ഒരു ഫാമിലിയൊക്കെ ക്രിയേറ്റ് ചെയ്തതും. പിന്നീട് എന്താ പറയുന്നത്, ഇപ്പം നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിലുള്ളവർക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എനിക്ക് വ്യക്തിപരമായി മെസ്സേജ് ചെയ്യാം. കഴിയുന്നത്ര വേഗത്തിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും മറുപടി നൽകാൻ ശ്രമിക്കുന്നതാണ്. ഗ്രൂപ്പിൽ ഇല്ലാത്തവർക്കും യൂട്യൂബ് വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ സംശയങ്ങൾ ചോദിക്കാം. അറിയാവുന്ന എല്ലാ കാര്യങ്ങൾക്കും ഞാൻ മറുപടി നൽകുന്നതായിരിക്കും. എല്ലാവരുടെയും തിരുപ്പതി യാത്ര ഭഗവാൻ ശ്രീ വെങ്കടേശ്വര സ്വാമിയുടെ അനുഗ്രഹത്താൽ മംഗളകരമാവട്ടെ. ഗോവിന്ദ ഗോവിന്ദ. പിന്നെ മറ്റൊരു കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, തിരുപ്പതി അപ്ഡേറ്റ്സുമായി ബന്ധപ്പെട്ട് പുതിയ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ പറയണം. രണ്ടാമത് ഞാനൊരു ഗ്രൂപ്പ് തുടങ്ങണോ വേണ്ടയോ എന്നുള്ള ഒരു ആലോചനയിലാണ്. എന്ത് തന്നെ ആണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തിരുപ്പതി യാത്ര പ്ലാൻ ചെയ്യുന്ന നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു പുതിയ തിരുപ്പതി അപ്ഡേറ്റുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഗോവിന്ദ ഗോവിന്ദ.